സുഹേൽ, നമുക്കിപ്പോൾ മിനിസ്റ്റർ ഉണ്ട്. മിനിസ്റ്ററെ, ഏതൊക്കെ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ നമ്മൾ ഊർജിതമായി ചെയ്യാൻ ആലോചിക്കുന്നത്? അല്ല, ഇപ്പോൾ ഈ കടുവേനെ എന്താ പറയുക, മനുഷ്യനെ കൊന്നുതിന്ന കടുവയാണല്ലോ, അതുകൊണ്ട് വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഡിമാൻഡ്. ഏതായാലും ആ കാര്യങ്ങൾ പരിശോധിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് വേഗം തന്നെ സമ്പാദിച്ച് ആ കാര്യങ്ങൾ നീക്കും. പിന്നെ അതോടൊപ്പം തന്നെ കൂട് വെക്കണം, ആ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫോറസ്റ്റ് RR ടീമിനെ നമ്മൾ ഏർപ്പെടുത്തും. നിലവിലുള്ള നഷ്ടപരിഹാരം കുറേയൊക്കെ ഇന്ന് തന്നെ നമ്മൾ കൊടുക്കും. ബാക്കി മറ്റേ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കുന്ന മുറയ്ക്ക് ആ കാര്യങ്ങളും കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഇവർ ഈ പരാതികളൊക്കെ നേരത്തെയും പറഞ്ഞതാണ്. അപ്പോഴൊന്നും അവർ ഇതൊന്നും മുഖവിലക്കെടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെയാണ് പ്രധാനമായ പരാതികൾ പറയുന്നത്. അവർക്ക് അവരുടെ ജീവനിൽ ആശങ്കയുണ്ട്. ഇത്തരമൊരു സാഹചര്യം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അതെ, ഇപ്പോൾ ഫെൻസിങ്ങിനൊക്കെ നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ആസിഫിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് 2 കോടി രൂപേൻ്റെ ഫണ്ട് വെച്ചു. കുറേ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേയൊന്നും നമ്മൾ ടെൻഡർ ചെയ്തിട്ട് വർക്ക് പോകുന്നു. 2-3 തവണ നമ്മൾ ടെൻഡർ ചെയ്തിട്ടൊന്നും വർക്ക് പോകാത്തൊരു വിഷയമാണ് അത് ഉള്ളത്. ഇപ്പോൾ ആദ്യമൊക്കെ വെച്ചാൽ നമ്മൾ ഇതിനൊരു ഫണ്ട് നീക്കി വെക്കുന്നില്ല എന്നുള്ളൊരു ഇതാണ് അതുള്ളത്. ഇപ്പം നമ്മൾ അതിനൊക്കെ ആവശ്യമായുള്ള ഫണ്ടൊക്കെ നീക്കി വെച്ചു. പക്ഷേ ഇത് വർക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഡർ ആരെയും എടുക്കാത്തൊരു വിഷയമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി വേഗത്തിലാക്കുക, അല്ലെങ്കിൽ PSSനെ തന്നെ ഏൽപ്പിച്ചിട്ട് ആ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരുന്നു. നമുക്കപ്പോൾ ഇപ്പോൾ നോർത്ത് DFO കൂടി ചേരുന്നുണ്ട്. സാർ, നിലവിൽ വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അവർ പറയുന്നത് നിരന്തരം ഇത്തരത്തിലുള്ള ഈ വന്യജീവി ആക്രമണം അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇല്ല, കേരളത്തിൽ തന്നെയാണെങ്കിലും പല സ്ഥലങ്ങളിലും നമുക്ക് വന്യജീവി ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷം ഇതേപോലെ ടൈഗറിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ട് നമ്മൾ കൂട് വെച്ചിരുന്നു. പക്ഷെ അത് കൂട്ടിൽ കയറിയില്ല. അങ്ങനെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കൂട് മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇത് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിപ്പോൾ ഇത് സംഭവിച്ചത്. പക്ഷെ അതിനെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ചെയ്യും. ജനങ്ങളുടെ സുരക്ഷ എന്താണെങ്കിലും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ്. അത് ചെയ്യും. സാർ, ഒരു കാര്യം അവർ പറയുന്നത്, ഇത് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടല്ല ഈ ആക്രമണം ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിലേക്കാണ് ഈ കടുവ വരുന്നത്. അവിടെ നിന്ന് 200 മീറ്ററോളം വനത്തിനകത്തേക്ക് പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിരുന്നു? ഈ കടുവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നാട്ടുകാരെ അറിയിക്കും. ഇല്ല, കടുവ ഇത് നമ്മൾ ഇന്നലെ വരെയും ഒരു അപ്രതീക്ഷിതമാണ്. ഇതൊന്നും ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഈ പ്രദേശത്ത് കടുവയും അതുപോലെ തന്നെ കുരങ്ങുകളും ആനയും കാട്ടിയും ഇതിൻ്റെയൊക്കെ ശല്യങ്ങളുണ്ട്. നമുക്ക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 100% നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും നമ്മൾ 100% തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ഇത് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി എല്ലാവരും സംരക്ഷിക്കണം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതിനുള്ള നടപടികളുണ്ടാവും. ഏതായാലും നോർത്ത് DFO ആണ് നമ്മളുമായി പ്രതികരിച്ചത്. ഏതായാലും അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ മേഖലയിൽ, ഈ വനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ രീതിയിലുള്ള മുൻകരുതലുകൾ വനം വകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. പക്ഷേ നാട്ടുകാർ അതിന് വിരുദ്ധമായി തങ്ങൾക്ക് ആ രീതിയിലുള്ള മുന്നറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിന്ന് അങ്ങേറ്റം ദാരുണമായ വാർത്തയാണ് വരുന്നത്. കടുവ കടിച്ചു പറിച്ച് ഭക്ഷിച്ചിരിക്കുകയാണ് ഒരു വയോധികയെ, രാധ എന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ. അതിൽ ഇപ്പോൾ വലിയ ജനപ്രതിഷേധം അവിടെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ മന്ത്രി കൊടുത്ത ഉറപ്പിന്മേൽ പ്രതിഷേധം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ പിന്നോട്ടില്ല. നരഭോജിയായി പ്രഖ്യാപിച്ച കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യമുയർത്തി അതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും.